ഇന്ന് ബ്രെഡ് വെച്ച് വളരെ രുചികരമായ ഒരു ചായക്കടി ഉണ്ടാക്കിയാലോ? അടിപൊളിയാണ് സംഭവം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ ആദ്യം നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 സ്പൂണ് ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ 2 ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിനും വളരെ ടേസ്റ്റിയുമായ ഒരു നല്ലൊരു ചായക്കടിയാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ 4 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ പീസ് ക്യാപ്സിക്കം, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം മുളക് ഇല്ലെങ്കിൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലുണ്ടായത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിന് ഏകദേശം നമുക്ക് നല്ലൊരു മസാലേൻ്റെ ഒക്കെ മണം കിട്ടും, അതുവരെയാണ്. പിന്നെ നമ്മളൊരു മിക്സിൻ്റെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 മുട്ടയാണ് എടുത്തത്. നമുക്കിതുപോലെ ഉടച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട ഇതുപോലെ 2 എണ്ണം ഉടച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ മൈദപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ആകുമ്പോൾ ടീസ്പൂണ് 4 എണ്ണമാണ്. ഇനി ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ 4 ബ്രെഡാണ് എടുത്തത്. നമുക്ക് ഈ 4 ബ്രെഡും ചെറിയ പീസാക്കി മിക്സിൻ്റെ ജാറിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അഥവാ മൈദപ്പൊടിനോട് താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ പകരം നിങ്ങൾക്ക് ഗോതമ്പൊടി ഇതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷെ മൈദപ്പൊടിൻ്റെ ആ ടേസ്റ്റ് എന്തായാലും ഗോതമ്പൊടിയിൽ കിട്ടൂല. അതാണ്, നിങ്ങൾക്ക് മൈദപ്പൊടി ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗോതമ്പൊടിയിൽ ഇത് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ 1/2 ഗ്ലാസ് നല്ല കട്ടിപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് നല്ലോണം ഇത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെയാണ് നമുക്ക് അരഞ്ഞ് കിട്ടേണ്ടത്. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒരു പാൻ എടുക്കാം. നമ്മുടെ മസാലകൾക്കും ഇതിനൊക്കെ ആവശ്യത്തിനനുസരിച്ച പാനാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 2 സ്പൂണ് മിൽമ നെയ്യ് നമ്മുടെ ഈ പാത്രത്തിൽ ചുറ്റിലും പുരട്ടി കൊടുക്കണേ. നമുക്ക് ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാത്ത രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാവ് പകുതി ആദ്യം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി നമുക്ക് അവിടെ മാറ്റി വെക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ചുറ്റിലായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലായിടത്തും ആയി കിട്ടുന്ന രൂപത്തിൽ തന്നെ ഇട്ട് കൊടുക്കണേ. നമ്മൾ സ്പൂണ് വെച്ച് എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതിയേ. ഇതുപോലെ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ 2 മുട്ട പുഴുങ്ങിയതാണ് എടുത്തത്. 2 മുട്ട പുഴുങ്ങിയതിന് ശേഷം നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മസാലേൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എല്ലാ മുട്ടയും നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിനെ വലിയതാണ് ആക്കേണ്ടതെങ്കിൽ ഇതിൻ്റെ എല്ലാം ഞാൻ ഇതിലാക്കിയ മസാലേൻ്റെ ഒക്കെ ഡബിളായിട്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലും വലിയ നമുക്ക് ബ്രെഡ് പോള ചെയ്യാൻ കഴിയും. അത്രയും നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു നല്ല ചായക്കടി തന്നെയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിലേക്ക് നമ്മുടെ പകുതി മാവ് നമ്മൾ റെഡിയാക്കി വെച്ച പകുതി മാവാണ് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനു വേണ്ടിയാണ് പകുതി മാവ് നമ്മൾ മാറ്റി വെച്ചത്. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം നമുക്ക് എല്ലായിടത്തും ആകുന്ന രൂപത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. നമ്മളെ മുട്ടയൊക്കെ മറഞ്ഞ് കിട്ടുന്ന രൂപത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് പിന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയിലാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതുപോലെ ഞാൻ കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മല്ലിയില ആണെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് ആയിട്ടുണ്ടോയെന്നൊന്ന് ചെറുതായിട്ടൊന്ന് തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ മുകൾ വശം നമുക്ക് കുറച്ചും കൂടി ആയി കിട്ടണമെങ്കിൽ ഇതുപോലെ ഒരു പാൻ വെച്ചതിന് ശേഷം ഒരു ഓയിലോ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. മുകൾ വശമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്, എന്നാലും നമുക്ക് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് സമയം ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ നമുക്കൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കിട്ടും ഇതായിട്ടുണ്ടെന്ന് മനസ്സിലായി. അവിടെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. സംഭവം അടിപൊളിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ ബ്രെഡ് കൊണ്ടുള്ള ചായക്കടി റെഡിയായി കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾവശമൊക്കെ ഇങ്ങനെ കാണണമല്ലോ. ഇതിൻ്റെ അടിവശമൊന്നും കരിയാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യുന്നുണ്ട്. നല്ല ചൂടുണ്ട് അതിന് കട്ട് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് തന്നതിന് ശേഷം കട്ട് ചെയ്താൽ മതി.
അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾവശമൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലും മസാലയും മുട്ടയൊക്കെ ആയിട്ട് സംഭവം അടിപൊളിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല സംഭവമാണ്. നല്ല ചൂടുണ്ട്. ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നല്ല ചൂടുണ്ടായിന്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ മുറിച്ചതാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കില്ലേ. ഇതുപോലെ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.